നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ജാവാസ്ക്രിപ്റ്റ് മൊഡ്യൂളുകൾ എന്ന് നോക്കി, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് നോക്കി, ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൺസെപ്റ്റുകൾ നോക്കി. ഈ വീഡിയോയിൽ ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെയും പല സിൻടാക്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം രണ്ട് ഫയലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ട് ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ. ഒന്ന് lib.js മറ്റേത് script.js. എന്നിട്ട് ഈ രണ്ട് ഫയലുകളും നമ്മൾ HTML ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടിൻ്റെയും ടൈപ്പ് മൊഡ്യൂളാണ്, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു ഫയൽ ചെയ്ത ഫംഗ്ഷനോ വേരിയബിളോ എന്തോ ആയിക്കോട്ടെ എക്സ്പോർട്ട് ചെയ്യാണ്ട് മറ്റേ ഫയൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന യൂസ് കേസ് ഈ lib.js എന്നുള്ള ഫയലിനകത്ത് നമ്മൾ കുറേ ഫംഗ്ഷനുകളും വേരിയബിളും എടുക്കും. അത് നമ്മൾ പല രീതിയിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ script.jsനകത്ത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും പല സിൻടാക്സുകൾ അതുവഴി പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ 3 ഫംഗ്ഷനുകളും ഒരു ഒബ്ജക്റ്റും ഒരു സ്ട്രിങ്ങും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ്. ഫൈൻഡ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറയ്ക്കകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ എത്രയാണ് അത് കിട്ടാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഈ script.jsനകത്ത് നിന്ന് നമുക്ക് ഈ ഫംഗ്ഷനുകളും ഈ വേരിയബിളും ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈബ്രറിയിൽ നിന്നും ഏതൊക്കെ ഫംഗ്ഷനുകളാണോ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കേണ്ടത് അത് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ script.jsൽ നിന്നും ആ ഫംഗ്ഷനുകൾ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്പോർട്ട് ചെയ്യാൻ പല സിൻടാക്സുകളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം 2 തരത്തിലുള്ള എക്സ്പോർട്ടുകളുണ്ട് മെയിനായിട്ട്. അതിൽ ആദ്യത്തേതാണ് നെയിംഡ് എക്സ്പോർട്ട്, രണ്ടാമത്തേത് ഡീഫോൾട്ട് എക്സ്പോർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നെയിംഡ് എക്സ്പോർട്ട് എന്ന് നോക്കാം. അപ്പോൾ ഈ വേരിയബിൾക്കും ഫംഗ്ഷനുകൾക്കും എല്ലാത്തിനും ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും പേരുണ്ട്. കണ്ടോ, ഫംഗ്ഷനൊരു പേരുണ്ട്, വേരിയബിളിനൊരു പേരുണ്ട്, എല്ലാത്തിനും പേരുകളുണ്ട്. ആ പേര് വെച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിനാണ് നെയിംഡ് എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അതിന് 2 സിൻടാക്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ സിൻടാക്സ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നെയിം ആയിട്ടുള്ള ഫംഗ്ഷനോ വേരിയബിളോ ക്ലാസ്സോ എന്താണെങ്കിലും അതിന് മുന്നേ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനാണ് നെയിംഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ അതിനർത്ഥം ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ആഡോൾ, ഈ പേര് വെച്ചിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനും ഇതൊക്കെ ഇങ്ങനെ എക്സ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വെച്ചിട്ടാണ് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത്. നെയിംഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതായത് ഇമ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ നെയിംഡ് എക്സ്പോർട്ട് ആയതുകൊണ്ട് കേർലി ബ്രേസ് കൊടുക്കുക. എന്നിട്ട് എവിടെ നിന്നാണ് ഫ്രം കീവേഡ് കൊടുത്തിട്ട് എവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് // ആ ഫയലിൻ്റെ പേര് പാത്ത് കൊടുക്കുക. ഇപ്പോൾ // എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് ഡയറക്ടറിയിൽ തന്നെയാണ് ഈ ലൈബ്രറി കിടക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ // കൊടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് എന്താ വെച്ചാൽ അവിടെ കൊടുക്കുക. എന്നിട്ട് ഈ കേർലി ബ്രേസിനകത്ത് എന്താണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്, നമുക്കതിൽ എല്ലാ ആവശ്യം വരില്ല. പാഡോൾ ആണെങ്കിൽ ആഡോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് ഉപയോഗിക്കുന്നെങ്കിൽ ഈ പേര് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സം ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് ആൻസർ കിട്ടും. 6. ഇനി അടുത്തൊന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിലോ ഫൈൻഡ് മാക്സ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിലോ നമുക്ക് ഈ കേർലി ബ്രേസിനകത്ത് കോമട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഫൈൻഡ് മാക്സ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ മാക്സ് എത്ര റിസൾട്ട് 67 പ്രിൻറ്റ് ചെയ്യണം അല്ലേ, 67 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കോമട്ടിട്ട് എത്ര നെയിംഡ് എക്സ്പോർട്ട് ഉണ്ടോ അത് അത്രയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതാണ് നെയിംഡ് എക്സ്പോർട്ടിൻ്റെ ഒരു സിൻടാക്സ്. അപ്പോൾ ഇതിനൊരു വേറൊരു സിൻടാക്സ് ഉണ്ട്, ഇവിടെ കൊടുക്കണമെന്നില്ല. നമ്മൾ എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് അവസാനം കൊടുത്താൽ മതി, നെയിംഡ് എക്സ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിന് എക്സ്പോർട്ട് ഒരു കേർലി ബ്രേസ് ഇടുക. എന്നിട്ട് എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ നെയിമാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതോടെ കൊടുക്കാം. ഇങ്ങനെയും കൊടുക്കാം. ഓർക്കണം, ഇത് സിൻടാക്സ് കേർലി ബ്രേസ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതൊരു ഒബ്ജക്റ്റ് അല്ല, ഇത് ഒബ്ജക്റ്റിൻ്റെ നൊട്ടേഷൻ ഒന്നുമല്ല, ഇത് എക്സ്പോർട്ടിൻ്റെ ഒരു സിൻടാക്സ് ആണ്. കേർലി ബ്രേസ് വെച്ചിട്ട് നമുക്ക് ഈ നെയിംസുകളൊക്കെ ഇങ്ങനെ കോമട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് സാധാരണ നെയിംഡ് എക്സ്പോർട്ട് പോലെ തന്നെ ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, നെയിംഡ് എക്സ്പോർട്ടിൻ്റെ വേറൊരു രീതിയാണ്. ഇപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 67. ഓക്കെ, അപ്പോൾ നെയിംഡ് എക്സ്പോർട്ടിൻ്റെ ഈ നെയിമുകൾ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ നെയിം എന്ന് പറഞ്ഞത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിന് ലൈബ്രറി നെയിം എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതിനുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ ആസ് ലൈബ്രറി നെയിം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നെയിം ഉപയോഗിക്കാൻ പാടില്ല, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലൈബ്രറി നെയിം തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലൈബ്രറി നെയിം. ഓക്കെ, ലൈബ്രറി നെയിം. അപ്പോൾ നമുക്ക് ലൈബ്രറി നെയിം പ്രിൻറ്റ് ചെയ്താലോ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈ അറേ ലൈബ്രറി. ഓക്കെ, അത് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെയിം ആയാണ് ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിലോ
അത് വർക്ക് ചെയ്യില്ല. കാരണം ഈ നെയിം അല്ല എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നെയിമിൻ്റെ പേര് മാറ്റിയിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പേര് മാറ്റിയതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ലൈബ്രറി നെയിം ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ലൈബ്രറി നെയിമാണ്, അത് നമ്മൾ ലൈബ്രറി നെയിം ഇമ്പോർട്ട് ചെയ്തു. അത് നമുക്ക് വേറെ പേരിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേര് മാറ്റണം. ഓക്കെ. അപ്പോൾ ആസ് എൽ നെയിം ഇങ്ങനെ കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതിലോട്ടാണ് പേര് മാറ്റിയത് അത് വേണം നമുക്ക് ഇവിടെ കൊടുക്കാൻ. ഓക്കെ. റിഫ്രഷ് ചെയ്തു, മയറില്ല. അപ്പോൾ എക്സ്പോർട്ട് ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പേര് മാറ്റാം, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും പേര് മാറ്റാം. ഓക്കെ. പക്ഷേ പേര് മാറ്റി കഴിഞ്ഞാൽ പേര് മാറ്റിയതാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് പേര് കുറച്ചുകൂടി മെച്ചമായ പേരിൽ എക്സ്പോർട്ട് ചെയ്യണം, അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റാം. ഏത് രീതിയിലാവും, പക്ഷേ നമുക്ക് അതിനുള്ള ഫീച്ചർ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും തരുന്നുണ്ട്. ഇനി അടുത്ത് ഡീഫോൾട്ട് എക്സ്പോർട്ട്. ഡീഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേര് കണക്കിലാക്കത്തേ ഇല്ല. ഓക്കെ. അതിൻ്റെ സിൻടാക്സ് നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഫൈൻഡ് മാക്സ് നമ്മൾ ഡീഫോൾട്ട് എക്സ്പോർട്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പേര് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ എവിടെ നമ്മൾ എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്ന് എഴുതിയാലും അത് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ പേരിലാണ് ഇത് എക്സ്പോർട്ട് ആവുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഡീഫോൾട്ട് എക്സ്പോർട്ടേ പാടത്തുള്ളൂ. കാരണം എന്താണ്, 2-3 ഉണ്ടെങ്കിൽ എല്ലാം ഒരു ഡീഫോൾട്ട് എക്സ്പോർട്ടിലല്ലേ എക്സ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഡീഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമേ പാടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഇത് ഡീഫോൾട്ട് എക്സ്പോർട്ട് ചെയ്തു. ഇനി അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള സിൻടാക്സ് എങ്ങനെ നോക്കാം. ഓക്കെ. ഇമ്പോർട്ട് ചെയ്യാൻ ഈ കർലി ബ്രേസ് വേണ്ട. ഓക്കെ. ഈ ലൈബ്രറി ഡോട്ട് ജെഎസിനകത്ത് ഒരു ഡീഫോൾട്ട് എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഏത് പേരിൽ വേണമെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ മൈ സില്ലി നെയിം ഇങ്ങനെ വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ എന്താ അർത്ഥം, ഇതിലെന്താണോ ഡീഫോൾട്ട് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ വരിക. എന്ത് പേരിൽ വേണമെങ്കിൽ നമുക്കിടാം. അപ്പോൾ ഇവിടെ നമ്മളെന്താണ്, ഫൈൻഡ് മാക്സിമമാണ് ഡീഫോൾട്ട് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫൈൻഡ് മാക്സിന് പകരം നമുക്ക് മൈ സില്ലി നെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും നോക്കാം. ഓക്കെ. 67 കണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഡീഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പേര് കണക്കിലെടുക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഇതും ഈ ഫംഗ്ഷന് മുന്നിൽ കൊടുക്കാണ്ട് എൻഡിൽ കൊടുക്കുന്ന രീതിയുണ്ട്. അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആണ്. ഏതാണ് എക്സ്പോർട്ട് ഡീഫോൾട്ട്, ഏതാണോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ റീനെയിമിൻ്റെ കാര്യമില്ല, കാരണം നമുക്കിവിടെ എന്ത് പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആഡ് എന്ന് കൊടുക്കാം. സെയിം ആണ്, 67 തന്നെ പ്രിൻറ്റ് ചെയ്തു. നെയിംഡ് എക്സ്പോർട്ടിന് പറ്റാത്ത ഒരു കാര്യം ഡീഫോൾട്ട് എക്സ്പോർട്ടിന് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് ഫംഗ്ഷനുകൾ, വേരിയബിൾ വാല്യൂകൾ, അതായത് ഇപ്പോൾ 5 എന്നൊരു വാല്യൂ വേണം, അത് നെയിംഡ് എക്സ്പോർട്ട് ആണെങ്കിൽ അതൊരു വേരിയബിളിലോട്ട് ഇട്ടിട്ട് എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ചുമ്മാ നമുക്ക് എക്സ്പോർട്ട് ഡീഫോൾട്ട് 5 എന്ന് കൊടുക്കാൻ പറ്റും, കാരണം അതിന് പേരില്ല. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ വരിക, ഈ ആഡിനകത്ത് 5 ആയിരിക്കും വരിക, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ആഡ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 പ്രിൻറ്റ് ചെയ്യുക. കണ്ടോ, ഒരു വാല്യൂ, അത് പേരില്ലാത്ത എന്തും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അനോണിമസ് ആരോ ഫംഗ്ഷനുകൾ. ഓക്കെ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ലോഗ് ഹലോ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു ഫംഗ്ഷനാണല്ലോ, ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. പക്ഷേ ഇത് ഡീഫോൾട്ട് അല്ലെങ്കിൽ പറ്റത്തില്ല, എറർ അടിക്കും. കാരണം എന്താണ്, ഇതിനൊരു നെയിമില്ല, സാധാരണ എക്സ്പോർട്ട് പറ്റത്തില്ല. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നെയിംഡ് എക്സ്പോർട്ടും ഡീഫോൾട്ട് എക്സ്പോർട്ടും എല്ലാം ഒരുമിച്ച് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. സോ അതിൻ്റെ സിൻടാക്സ് എളുപ്പമാണ്. ഇപ്പോൾ ഡീഫോൾട്ട് എക്സ്പോർട്ട് ഇതാണ്, അത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വേറെ പേര് കൊടുക്കാം, മൈ പ്രിൻ്റ് എന്ന് കൊടുക്കാം, കുറച്ചുകൂടി മീനിങ് ഫുൾ നെയിം കൊടുക്കാം. ഓക്കെ. ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് ഡീഫോൾട്ട് എക്സ്പോർട്ടാണ്. ഇനി നെയിംഡ് എക്സ്പോർട്ടും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് കോമട്ട ശേഷം കേർലി ബ്രേസിനകത്ത് നെയിംഡ് എക്സ്പോർട്ട് ഏതൊക്കെയാണ് വേണ്ടത് അത് കോമട്ട് കൊടുത്താൽ മതി. ഓക്കെ. സോ ഇതിൽ നമുക്ക് ഏതൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രമാണ് കേർലി ബ്രേസിൽ വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഇനി നമുക്ക് വേറെ സിൻടാക്സ് ഉണ്ട്. അതായത് ഈ ഒരു ഫയലിലെ എല്ലാം ഡീഫോൾട്ട് എക്സ്പോർട്ട് ആയിക്കോട്ടെ, നെയിംഡ് എക്സ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ സിൻടാക്സ് ഉണ്ട്. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ സിൻടാക്സ് ഉണ്ട്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാം, സ്റ്റാർ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പേരും മാറ്റണം. തൽക്കാലം ലിബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ LIB ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറി ഡോട്ട് ജെഎസിനകത്ത് എല്ലാ എക്സ്പോർട്ടുകളും, നെയിംഡ് എക്സ്പോർട്ടുകളായിക്കോട്ടെ, ഡീഫോൾട്ട് എക്സ്പോർട്ടുകളായിക്കോട്ടെ, എല്ലാം
നമ്മൾ ഈ കൊടുത്ത ലിബ് ഒബിജെ എന്ന് പറഞ്ഞ പേരിനകത്തുണ്ടാവും. അപ്പോൾ നമുക്കത് പ്രിൻ്റ് ചെയ്താൽ അതെന്തായിരിക്കും, ഇതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെല്ലാം ഉണ്ട്, ലൈബ്രറി നെയിം. ഇപ്പോൾ ഡീഫോൾട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്നുള്ള പേരിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻ മാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലൈബ് ഒബിജെ ഡോട്ട് ഫൈൻ മാക്സ് എന്ന് കൊടുക്കണം. കാരണം ഇതിൽ ഈ ഒബ്ജക്റ്റിനകത്താണ് ഈ ഫൈൻ മാക്സ് കിടക്കുന്നത്. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സ് 4 പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫയലിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത സാധനം ഈ ഫയലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അതിന് വേറൊരു സിൻടാക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ lib2 എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് നെയിംഡ് എക്സ്പോർട്ടാണ്, ഒന്ന് ഡീഫോൾട്ട് എക്സ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സാധാരണ സിൻടാക്സ് ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ test1 ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് നെയിംഡ് എക്സ്പോർട്ട് ആയതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് സ്റ്റാർ ആയതുകൊണ്ട് എല്ലാം അവിടെ കിട്ടും. നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ test1 ഇവിടെ ഉണ്ട്. ഓക്കെ, അതല്ലാണ്ട് ഇതിനൊരു സെപ്പറേറ്റ് സിൻടാക്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അത് എക്സ്പോർട്ട് എന്താണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, test1 ഫ്രം എവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ./lib2.js ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, ഇമ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ അർത്ഥം ഇത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ test1 ഉണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാം കൊടുക്കാം, അതായത് പേര് മാറ്റി കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതേപോലെ സ്റ്റാർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയലിൽ എല്ലാം എക്സ്പോർട്ട് ആവും ഈ മൈ നെയിം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ. ഓക്കെ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ നെയിം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട്, അതിനകത്ത് ടെസ്റ്റും ഡീഫോൾട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അടുത്തൊരു സിൻടാക്സ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പോർട്ടല്ല, പല ഫയലിൽ നിന്നും പല ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എത്ര ഇമ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം, എത്ര ഫയൽ ഉണ്ടെങ്കിലും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ lib2 ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നേരിട്ട് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് പല ഫയലിൽ നിന്ന് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം, അതിന് ലിമിറ്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രം കഴിഞ്ഞ് എഴുതുന്നത് സ്ട്രിങ് അല്ല, സ്ട്രിങ് വേരിയബിളൊന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ സ്ട്രിങ്ങിൻ്റെ ഇതേപോലെ തന്നെ കോഡ്സിൽ ലിറ്ററൽ തന്നെ കൊടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ വാർ ഇങ്ങനെ കൊടുത്തിട്ട് ഈ എ ഇവിടെ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല, എറർ അടിക്കും. ഓക്കെ, പിന്നെ നമ്മൾ .lib.js ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രിപ്റ്റിനകത്ത്. അപ്പോൾ നമ്മൾ index.js ഫയലിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതില്ലെങ്കിലും വർക്ക് ചെയ്യും. ഇനി അടുത്ത് പറയാനുള്ളത് ഡൈനാമിക് ഇമ്പോർട്ടിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി, അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസ് അപ്പ് തരിക, തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.